അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. കാന്താരിക്കൂട്ടം ഇന്നൊരു വിദേശിയുമായിട്ടാണ് എത്തുന്നത്. പാചകം ഉണ്ടാക്കുമ്പോ ചിലപ്പോ ഇങ്ങനെയെല്ലാം വരും. പാചകം പറ്റൂലെങ്കിലും വാചകം ആ കാര്യത്തിൽ കുഞ്ഞു. അമേരിക്കൻ പാൻകേക്ക്, ഇതാണ് കുട്ടിക്കലവറയിലെത്തിയ ആ വിദേശി. സൈനയും കുട്ടികളും കുട്ടിക്കലവറയിൽ ശ്രുതിയിട്ട് പാട്ട് പാടുകയാണ്. ഭയങ്കര തന്നെ. റീനയുടെ ഷോപ്പിംഗ് മാമാങ്കം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാ. ഹൈപ്പർ മാർക്കറ്റിന്റെ ഓരോ മുക്കിലും മൂലയിലും കയറി ഇറങ്ങുകയാണ് റീനയും കുട്ടികളും. ഈ കണ്ടതെല്ലാം വെറും സൂചന മാത്രം. ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങാൻ പോകുന്നേയുള്ളൂ. കണ്ണടയ്ക്കാതെ കണ്ടോ. കാത്തിരുന്ന കുട്ടിക്കലവറയുടെ സമയം എത്തിക്കഴിഞ്ഞു. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചേട്ടാ, എന്നെയും കാത്തിരിക്കേണ്ട, ഞാനും കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെ ഉണ്ട്. പ്രസന്റ് ആണ്. മെന്റേഴ്സ്, കുട്ടീസ്, വെൽക്കം. തുടങ്ങാം. ഇന്ന് ഒരു അടിപൊളി ടീഷർട്ടൊക്കെ ഇട്ട്, റെഡ്, എന്താണ് റെഡ് ടീഷർട്ടൊക്കെ ഇട്ട് നിങ്ങൾ പോകുന്നത്? എല്ലാവരും എൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എനിക്കെൻ്റെ ഡ്രസ്സിങ് അത്ര ഇടയ്ക്കിടയ്ക്ക് എത്ര ഒരു സുഖക്കുറവ് പോലൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു രസം, അത്രേ ഉള്ളൂ. ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു കുളിർമ. അപ്പൊ ഇപ്പൊ കുളിരൊക്കെ ഉണ്ടോ? ഇപ്പൊ കുളിരൊന്നുമില്ല. എന്താ, ഞാൻ നല്ലാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് പ്രേമിയല്ലേ, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല. ഞങ്ങൾ എപ്പോഴും ഉടുത്തൊരുങ്ങി വരുമ്പോ ഞങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ വെൽക്കം ചെയ്യുകയും സുന്ദരി എന്നൊക്കെ പറയുന്നത് വളരെ ആത്മാർത്ഥമായി നെഞ്ചിൽ തട്ടിയൊക്കെയാണ്. പ്രേമി സുന്ദരികളെ എന്നൊക്കെ വിളിക്കുമ്പോ അത് വിശ്വസിച്ചോ? ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരെ സുന്ദരികളെ ഞങ്ങൾക്കിടയിൽ വേറെ പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചോ? പക്ഷെ ഞാൻ വിശ്വസിക്കൂല എന്നെ പറ്റി പറഞ്ഞു. പക്ഷേ പ്രേമി പറഞ്ഞ കറക്റ്റ് ആട്ടോ. ഈ റെഡ് എന്നൊക്കെ പറയുമ്പോ ഒരു ലവിന്റെ ഒക്കെ ഒരു സൈനാണ്. ഭയങ്കര റൊമാൻറ്റിക് ആയി. ഒരു ലവിന്റെ സിമ്പിൾ കണ്ടോ പ്രേമി? ബ്ലൂ ലൈൻ സ്ലീവില് ഇവിടെ ഒരു ലവിന്റെ സിമ്പിൾ ഒക്കെ കാണുമ്പോ. ചേട്ടാ, റെഡ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മാത്രമല്ല അപകടത്തിന്റെയും കൂടെ സിമ്പിളാണ്. അതെ, ഇതിട്ട് നിൽക്കുമ്പോഴാണ് ഈ കാളയൊക്കെ കുത്താൻ വരുന്നത് എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഒരു കുത്തലായിട്ട് ഞാൻ ഇതങ്ങ് ഏറ്റെടുത്തോളാം. ഞാൻ മരിച്ചു, സമ്മതിച്ചു കഴിഞ്ഞു. ഇനി പ്രേമി പറയൂ. ഇനി ചേട്ടനെ കുത്തുന്നില്ല. നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടിയിലേക്ക് കിടക്കാം. എന്താ, പാചകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പാചകകലയില് അതിഗംഭീരമായിട്ട് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. കാരണം പാചകത്തിൽ, പുരാണത്തിലൊക്കെ പാചകത്തിൽ ഒരാളെ ഉള്ളൂ, നളൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടുത്തെ നളൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ നളിനി റീന ബഷീർ. റീന ചേച്ചി, ഇങ്ങ് പോരെ. വെൽക്കം. പിന്നെ ചോദിച്ചു മേടിക്കാം. ചേച്ചി, നമ്മുടെ ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറയില് എനിക്ക് ചേച്ചിയെ സ്പെഷ്യലായിട്ട് വിളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലായിട്ട് എന്താ കാര്യം? എന്താ അറിയോ,
പാചകമുണ്ട് വാചകമുണ്ട്. അതെ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടിയ ഒരാളാണ് റീന. ഞങ്ങൾ ഒന്നിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചു. അതെ, പക്ഷേ ആ സിനിമയില് അജയന്റെ കൂടെ നമ്മൾ കോമ്പിനേഷൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ കോള് വരുന്നതും അജയന് ഗിന്നസ് പക്രു എന്നുള്ള പ്രശസ്തി ലഭിക്കുന്നതും ആ സിനിമയിൽ വെച്ചാണ് അല്ലേ? അന്ന് ഞാൻ പാർട്ടി നടത്തിയിരുന്നു. ആ പാർട്ടികളൊന്നും കുട്ടികളോറെ വന്നിട്ട് കുട്ടികളിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും കുക്കിങ്ങിന്റെ ടിപ്സോ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാം. അൽസാബിത്തിനെ പഠിച്ചു. ഒന്ന് വിളിക്കാം. നമസ്കാരം. ഇവർ രണ്ടുപേരും, ഇവൻ കുട്ടിക്കർഷകനാണ്, ഇവനും അത്യാവശ്യം കുറെ ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരും. അപ്പൊ ഇവനാണ് എനിക്ക് പീച്ചിങ്ങ ബജ്ജി ഉണ്ടാക്കേണ്ട കാര്യം ഇവനിൽ നിന്നാണ് സത്യത്തിൽ ഞാൻ പഠിച്ചത്. നമസ്കാരം. ഈ ചേച്ചി കുക്കിങ്ങിലൊക്കെ വിദഗ്ധയാണെന്ന് അറിയോ? വളരെ എല്ലാ കുട്ടികൾക്കും ഒന്നും ഇങ്ങനെ ഭാഗ്യം കിട്ടിയിട്ടില്ല കുട്ടിക്കലവറയില്. എനിക്ക് പാചകറാണിയാണെന്നും അറിയാം, പാചകറാണിയാണെന്നും രണ്ടും അറിയാം. ഇതല്ലാതെ വേറെന്തെങ്കിലും അറിയോ? ഒരേ റാണി ഉണ്ട്. എന്ത് റാണി? സ്നേഹറാണി. നമ്മള് ഇപ്പൊ ഈ ടോം ആൻഡ് ജെറിന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നമ്മള് മിക്കവാറും കാണുന്നല്ലേ? ഉണ്ട്. അത് പണ്ട് തൊട്ടേ ഇപ്പൊ ടോമും ജെറിയും തമ്മിൽ ഫൈറ്റ് ആണല്ലോ. അല്ല, ടോമും ജെറിയും തമ്മിലാണ് ഫൈറ്റ്. ടോമും ജെറിയും. ജെറി എലിയാണോ അതോ ടോം ആണോ എലി? ടോം പൂച്ച. ആ, അപ്പൊ ഞാൻ ചിലപ്പോ ആലോചിക്കും ഈ ജെറിക്ക് വരെ ചെറിയ നിട്ടാ പോലെ. കാരണം കുഞ്ഞ് എലിയല്ലേ, അല്ല എലിയല്ലേ, കുഞ്ഞതല്ലേ എലി. അപ്പൊ ചെറിയ ഇട്ടാ പോലെ. പിന്നെ ജെറിന്നിരുന്നേ, ടോമെന്ന് നമ്മുടെ പൂച്ചക്കിടാം, പക്ഷേ ജെറിന്ന് തന്നെയാണ്. അത് മാറ്റണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു റിക്വസ്റ്റ് കൊടുക്കാം. ഡിയർ ജെറി, നിങ്ങളുടെ പേര് മാറ്റണം. ചെറുതല്ലേ? നമുക്ക് വീഡിയോ കാണാം. കം. ഈ പാന്റൊക്കെ എല്ലാവരും ഇടുന്നതല്ലേ, ഒരു വെറൈറ്റി വേണ്ടേ? കുറച്ചുകൂടെ വയസ്സ് കുറയോ, ചെറുപ്പമാവോ അല്ലേ? ഇപ്പൊ ചെറുപ്പമല്ലേ? ഇപ്പൊ എത്ര വയസ്സ് തോന്നിക്കും? 25. പക്ഷെ എനിക്ക് 18 ഉള്ളൂ അല്ലേ? 25 തോന്നിക്കണ്ട? ഒരു 18. 17. ഓ, എനിക്ക് വയ്യ. നോക്കിയിറങ്ങ്. അതെ. അൽസാബിത്തിന് അതെ ഈ അങ്കിള് കണ്ടിട്ടുണ്ടെന്ന്. അൽസാബിത്തിന് പ്രോഗ്രാം കണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തി ഉണ്ടാക്കിയ കാര്യം അല്ലേ? എന്തായാലും താങ്ക് യു പറ. ശരി, കണ്ട പോപ്പുലാരിറ്റി കണ്ട കുട്ടിക്കലവറയില് അൽസാബിത്തൊക്കെ ആൻഡ്രൊക്കെ സ്റ്റാർസ് ആയി തുടങ്ങി. എല്ലാവർക്കും ഇപ്പൊ നിങ്ങൾ കാണുമ്പോ തിരിച്ചറിയാൻ പറ്റില്ലേ നമ്മൾ എവിടെയാ പോണെന്ന് വല്ല നിശ്ചയം ഉണ്ടോ? എവിടെയാ പോണത്? നമ്മൾ ആദ്യം ഹൈപ്പർ മാർക്കറ്റിലാ പോണത്. ഇതിലൂടെ ഇറങ്ങും. മത്തങ്ങ എടുത്തിട്ടോ? ഓക്കെ. കോളിഫ്ലവർ വേണ്ടത് കുമ്പളങ്ങ എടുക്ക്. നല്ല നെല്ലിക്ക ഉണ്ട്, മുരിങ്ങാക്കോലുണ്ട് അതില്. പെണ്ണുങ്ങളുടെ. ശരി, ഞാൻ പെണ്ണല്ലേ? ഒന്ന് ഗേൾസിന്റെ. ഇത് ഗേൾസ് ആണോ? ഇത് രണ്ടും ബോയ്സ്. അതെ. ആണോ? ഇവര് എന്നെ നീന്തൽ പഠിപ്പിച്ചു. നിങ്ങൾക്ക് എന്തായാലും ഷോ ഇഷ്ടാവണില്ലേ?
കേട്ട് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. ഞങ്ങൾ ദിവസം കാണാറുണ്ട്. ആ ശരി. ആ നമ്മള് 3 കുട്ടീസ്, നമ്മളെ കുട്ടിക്കളറിയില് 3 കുട്ടീസ് അടി. അൽസാബിത്തെ എന്തൊക്കെയാ വാരിപ്പറക്കി എടുത്തേന്ന് വല്ല ഓർമ്മയുണ്ടോ? അണ്ടിപ്പരിപ്പ, മുതിരിങ്ങ, എന്തൊക്കെയോ സാധനങ്ങൾ, ആപ്പിള്, മുതിരിങ്ങ, പിന്നെ വീനാന്റിക്ക് ഒരു വലിയ ഇപ്പുള്ള ഗിഫ്റ്റ് ആണ് എടുത്തത്. ബാസ്ക്കറ്റ് ഇങ്ങനെ നിറഞ്ഞു ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കൊണ്ട് നിറഞ്ഞു. 2 കരിമ്പ് വീനാന്റി 2 കരിമ്പ് എടുക്കാൻ പറഞ്ഞപ്പ നിങ്ങൾ ഈ 4 കരിമ്പൊക്കെ കരിമ്പ് കൊറേ എടുത്തല്ലോ, എന്തിനാ? ജ്യൂസ് അടിച്ച് കുടിക്കാൻ. കരിമ്പ് ജ്യൂസ് അടിച്ചു കുടിച്ചോ? പിന്നെ പാവയ്ക്കും കരിമ്പും കൂടി ഒന്നിച്ച് ജ്യൂസ് അടിച്ചോ? ഇല്ല, പാവക്ക കുടിച്ച ഈ മേല് മൊത്തം കറുത്തു കയ്പ്. അൽസാബിത്തെ, എന്തോ മോന് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വന്നപ്പോ ചേച്ചിയുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ചേച്ചിയോട് എന്താ ചേച്ചിയുടെ ഡ്രസ്സിങ് പോരെ? കൊള്ളാമല്ലോ. ഒരു ഇവിടെ കാര്യം നിന്ന് ചെയ്യ്. ഇവിടെ നിന്ന് അതിനുള്ള മറുപടി പറയാം. ഇതാണ് അതിനുള്ള വേദി. സ്റ്റേജിലേക്ക് വരും. എല്ലാരും കൂടെ പോരെ. അൽസാബിത്തെ, എന്തോ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്കിന് ചേച്ചിയോട് പറഞ്ഞല്ലോ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, വേറെ എന്താ പാന്റ് ഇടണമെന്നോ ജീൻസ് ഇടണമെന്നോ, കുറച്ച് എന്താ ഫ്രീക്ക് ആവണമെന്നൊക്കെ പറഞ്ഞല്ലോ. അതെന്താണെന്ന് നേരത്തേക്ക് വീനാന്റിയില്ലേ പാന്റ് ഇടിയല്ല ഇത്രയുള്ളൊരു ചുരിദാർ വരുന്നത്, ഷാളില്ലാത്ത ചുരിദാർ. അല്ല, സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചേ. ഞാൻ പറഞ്ഞ ഇച്ചിരി പാന്റും ഷർട്ടും ഇട്ടാൽ നമുക്ക് നല്ല രസമായിരിക്കും റീലാൻഡിയെ കാണാൻ. അതായത് ഒരു ആണിന്റെ ലുക്ക് ഏകദേശം ആണിന്റെ ലുക്ക് പെണ്ണുങ്ങൾക്ക് നന്നായിട്ടൊരു, അതായത് ഇതുപോലുള്ള സുന്ദരി പെണ്ണുങ്ങൾക്കൊക്കെ പാന്റും ഷർട്ടും ആണ് നല്ലത്. അല്ല, സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണോ കുഞ്ഞിനങ്ങനെ തോന്നിയത്? ഒരു ആണിന്റെ സ്വഭാവമാണോ? അല്ല അല്ല, പെണ്ണിന്റെ ബ്യൂട്ടിഫുൾ ആണ്. അല്ല, അതുകൊണ്ടാണോ മീശയൊക്കെ കഴിഞ്ഞ ഇതിൽ വരയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുത്തത്? അല്ല അല്ല, തമാശക്ക് അത് തമാശക്ക് ചെയ്തെന്നേ ഉള്ളൂ. ആ, സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പെൺകുട്ടികൾക്ക് പറ്റിയ വേഷം എന്താ ഉദ്ദേശിക്കുന്നത്? പാന്റും ഷർട്ടും ആണ് ഏറ്റവും കൂടുതൽ സുന്ദരികൾക്ക്. പിന്നെ വേറെ ആൾക്കാർക്ക് സാരി, ചുരിദാറ്, ബ്ലൗസ്, ചുരിദാർ. കല്യാണമൊക്കെ കഴിയുമ്പോ ഇവൻ നിന്റെ ഭാര്യനെ കൊണ്ട് എന്ത് ഡ്രസ് അടിപ്പിക്കുക? നിനക്ക് ഏതാ ഇഷ്ടം? ചുരിദാറ്. ചുരിദാർ. വീട്ടിൽ ഇരിക്കുമ്പോ അല്ല, ഇപ്പൊ ഇവൻ പറഞ്ഞില്ലേ പാന്റും ഷോർട്ട് ടോപ്പും സുന്ദരി എന്നൊക്കെ. അപ്പൊ നിന്റെ ഭാര്യ സുന്ദരി ആയിരിക്കുമല്ലോ, അപ്പൊ നമുക്ക് അതൊക്കെ ഇടിപ്പിച്ചാലോ? അത് വെളിയിൽ പോകുമ്പോഴേ പറ്റും. വെളിയിൽ പോകുമ്പോ അതൊക്കെ ഇടും അല്ലേ? വീട്ടിനകത്ത് എന്തിനും സാരി, അല്ല പിന്നെ വീട്ടിനകത്ത് സാരി ഇടുവോ? ചുരിദാർ ഇട്ടാ മതി അല്ലേ? അല്ല, നൈറ്റി ഇടാം, ചുരിദാർ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. ആ കുഴപ്പമില്ല. പെൺകുട്ടി ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടോണ്ട് വന്നിട്ട് അത് ഇഷ്ടപ്പെടാതെ വരുന്ന ഏത് ഡ്രസ്സായിരിക്കും? ഇഷ്ടപ്പെടാതെ. ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വൈഫിനോട് പറയുന്നത് ഏതായിരിക്കും? ഏത് ഡ്രസ്സ് ഇട്ടോണ്ട് വന്നല്ല? അത് സാരി. സാരി ഇഷ്ടമല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് സാരി ഉടുത്താൽ എന്താ കുഴപ്പം? സാരി എടുത്താൽ കുഴപ്പം എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മുടെ സാരി എടുത്തൊരു പന്ന ലുക്ക്. അയ്യോ, ആരും കേക്കണ്ട. അല്ലല്ല, പന്ന ലുക്ക് എന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ അതല്ല. മമ്മി സാരി ഉടുക്കാറുണ്ടോ? രൂപശ്രീ ചേച്ചിയൊക്കെ അതേ കേക്കണ്ട. ഉടുക്കാറുണ്ടോന്ന് അങ്ങോട്ട് തന്നെ ചോദിക്കും. സാരി ഉടുക്കാറില്ലേ? എപ്പോഴും ചുരിദാർ തന്നെയാണ് ആ രൂപശ്രീ ചേച്ചി കേക്കണ്ട കേട്ടോ, എടുത്ത് എറിഞ്ഞുകളെ. അല്ല, രൂപശ്രീ എനിക്ക് ഭംഗി കൊണ്ടോണ്ടിരുന്നു. ഭംഗിയുള്ള ആൾക്കാർക്ക് ഇടാം, ഞാൻ കെട്ടുന്ന പെണ്ണിന് ഇടാം. പക്ഷെ എനിക്ക് ഈ സാരി ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാ രൂപശ്രീ എനിക്ക് വണ്ണം ഉണ്ടോ വെച്ചാൽ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് വണ്ണമില്ലാത്ത സാരി ഇട്ട് അതൊക്കെ തീരുമാനിച്ച് വണ്ണമില്ലാത്ത പെണ്ണ്, സുന്ദരിയായ പെണ്ണ് അല്ലേ? മുടിയുള്ള പെണ്ണ്, അമ്മയെ അനുസരിക്കുന്ന പെണ്ണ്. ഓ എനിക്ക് വയ്യ. അത് മസ്റ്റാ. അമ്മ അനുസരിക്കണം അമ്മ അല്ലേ? നമിച്ചേക്കോ, കാരണം ഇപ്പോഴേ പ്ലാൻഡ് ആണ് ഉള്ളി. ഞാൻ ഇതൊക്കെ ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? ഇവിടെ ഈ വീഡിയോകളിൽ അവിടെ ലുലു സന്ദർശിക്കുന്നതും പുറത്തു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടു. പക്ഷെ ആദ്യമായിട്ടാണ് പബ്ലിക് ഒരു ആർട്ടിസ്റ്റ് അടുത്ത് വന്നിട്ട് ഷോക്ക് നന്നാവുന്നുണ്ട് കേട്ടോ, ഹലോ എന്തൊക്കെ ഉണ്ട് മറ്റേ ആളുമായിട്ട് ചെയ്ത സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ അൽസാബിത്ത് ഒരു സ്റ്റാർ ആയിരിക്കും. അത്രയും ക്ലാരിറ്റി ആയി. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ അൽസാബിത്തിന്റെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചിട്ടൊരു സങ്കല്പം പറഞ്ഞല്ലോ, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന്. ആൻഡോച്ചന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? കൃഷി അറിയുന്ന പെണ്ണായിരിക്കണോ? ട്രാക്ടർ ഓടിക്കണോ? പാടത്ത് എന്തായിരിക്കും? ആൻഡോച്ചൻ എന്താ അഭിപ്രായം? എല്ലാം വേണം. എല്ലാം അങ്ങോട്ട് തന്നെ. അമ്മയെ സഹായിക്കണോ? അല്ല നിന്നെ മാത്രം സഹായിച്ചാ മതിയോ? എല്ലാരും. രാസവളം ഉപയോഗിക്കുന്ന പെണ്ണാണെ കുഴപ്പമുണ്ടോ? ഇല്ല, അത് സമ്മതിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും അവളെ? അത് സംബന്ധിച്ച
പുഴുവിനെ തുരുത്തുന്ന സാധനം വെച്ച് അടിക്കും. പുഴുവിനെ തുരത്തിക്കളയും. തുരത്തിക്കളെ ആരെ ഈ വൈഫിനെ തുരത്തുവോ? കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണിനെ തുരത്തിക്കളയോ? കൃഷിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതായത് കല്യാണം കഴിക്കുന്നില്ലേ? ഉണ്ട്. അത് കഴിക്കുമല്ലേ? കല്യാണം കഴിച്ചാലും കൃഷിയായിട്ട് അല്ല, കൃഷിയെ കല്യാണം കഴിക്കുവോ? ആരെ കല്യാണം കഴിക്കുമ്പോള്? നീനാണ്ടി തന്നെ പറ. നീ പറ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യോ? ആണോ? എന്റെ സമയമാവട്ടെ, ഞാൻ പറയാം. ഈ ലോകത്ത് ഏതെങ്കിലും പെണ്ണ് ട്രാക്ടർ ഓടിച്ചതായി നമ്മുടെ പക്രുവങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പക്ഷെ കേരളീയരായിരിക്കണം. സ്ത്രീകളെ ട്രെയിൻ ഓടിക്കണം. നീ ഇതൊക്കെ എന്റെ കൂടെ നിന്നിട്ട് പറയല്ലേട്ടാ. ട്രാക്ടർ അതൊക്കെ ഓടിക്കും. ട്രാക്ടർ ബുള്ളറ്റ് വരെ അടിക്കും. പിന്നെയാണ് ജനറേഷൻ പെണ്ണുങ്ങളും എല്ലാം ട്രാക്ടർ ഓടിക്കും. പ്ലെയിൻ ഓടിക്കും. പിന്നെ ജനറേഷൻ പെണ്ണുങ്ങളല്ലോ പ്ലെയിൻ ഓടിക്കും, കാർ ഓടിക്കും, ബസ് ഓടിക്കും, ബൈക്ക് ഓടിക്കും, ട്രാൻസ്പോർട്ട് ഓടിക്കും, ബോട്ട് ഓടിക്കും. അപ്പൊ ചേട്ടാ, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. എന്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കൂട്ടുകാർക്കും എന്റെ വീടിനടുത്തുള്ള എല്ലാവർക്കും പക്കു ചേട്ടന്റെ പ്രേമി ചേച്ചിയുടെ എല്ലാ വെഞ്ചേഴ്സിന്റെയും ബിഗ് ഹായ്. ബിഗ് ഹായ്. ഓക്കെ. ഹായ്. ഹായ്. അപ്പൊ ഇനി ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നാട്ടെ. പക്രുവങ്ങളെ, എനിക്കൊരു പാട്ട് പാടാനുണ്ടായിരുന്നു. പാട്ട് പാടാണ്ടായിരുന്നു. വരൂ, എന്റെ തോളത്ത് കേട്ട് പാടി. അയ്യോ, അത് ആക്ഷൻ സോങ്ങാ. അപ്പൊ ഈ കൈ പ്രശ്നമാവൂല്ലേ? അപ്പൊ അങ്ങനെ കൂടെ എടുത്തോണ്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. സ്റ്റേജിലേക്ക് പോയെന്ന് പാടി. വരൂ. നീണ്ട പിളിവാലും കുഞ്ഞി കൈകളും ഇമ്പമോടെ മ്യാവ് മ്യാവ് മൂളിപ്പാട്ടുമായി ആശതോറും നീലൻ നിശയുള്ളവൻ ആരുമിക്കുരുന്നേ ചാഞ്ഞുറങ്ങുവാൻ മഞ്ഞ കുഞ്ഞിക്കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര തിന്നാനുള്ളിൽ മോഹമുതിച്ചല്ലോ. പമ്മി പമ്മി പാഞ്ഞിട്ടും പാവം എന്നൊട്ടും ഇത്തിരിയോളം ശർക്കര ഇട്ടില്ല. ഒടുക്കമ പാവം പടിയിറങ്ങി അടുക്കള തോറും നിരങ്ങിറങ്ങി. കൊതി കൊണ്ടു നാവിൽ കടലിറങ്ങി അടുക്കള തോറും കടലിറങ്ങി. അല്ല, അടുക്കള തോറും നിരങ്ങി. പിന്നെ എൻ്റെ സ്കൂളിലും അവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാമായിട്ട് ഒരു ചെറിയൊരു ഉമ്മ. അതായത് ഹായ് ചോദിച്ചോണ്ടാ ഒരു വെറൈറ്റി ആയിട്ട് ഉമ്മ ചോദിച്ചേ. ഒരു ഉമ്മ ഞാനും തരാൻ പോവാ. ആർക്കും കിട്ടിയിട്ടില്ലല്ലോ ഇവിടെ അൽസാബത്തിന്റെ ഉമ്മ. എന്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. ആദ്യത്തിന് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോ ഇവിടെ വെച്ച് എനിക്കല്ലേ തന്നത്? അല്ലല്ല, ആന്റി കിട്ടിയിട്ടുണ്ട്. ആ, എനിക്ക് എന്തായാലും കിട്ടി, സന്തോഷമായി. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ചേട്ടന് കിട്ടിയോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടി. ഇപ്പം കിട്ടും. ഇപ്പൊ കിട്ടോ? എന്താ ചേട്ടന് ഉറങ്ങ് കൊടുത്തേക്ക്. എന്തായാലും അൽസാബത്തിന്റെ പാട്ട് തകർത്തു. താങ്ക് യു വെരി മച്ച്. വെൽക്കം വെരി മച്ച്. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ്. അജേട്ടാ, പറയൂ കുട്ടി. ഞാൻ സായനെ വിളിക്കട്ടെ? വിളിച്ചോളൂ. സായനയുടെ പാട്ട് കേൾക്കണം. തീർച്ചയായിട്ടും. വെൽക്കം സൈന. സായന, നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഷോ ഭയങ്കര ബഹുമാനമൊക്കെ ഇന്ന്. അതെ. പതിവില്ലാണ്ടൊരു നമസ്കാരമൊക്കെ. ചേട്ടൻ സ്നേഹത്തോടെ വിളിക്കുമ്പോ നിന്നെക്കാട്ടിലുള്ള സ്നേഹം ചേട്ടനുണ്ട്. ഞാനല്ലേ സ്നേഹത്തോടുകൂടി വിളിച്ചത്? അല്ല, ചേട്ടനാ. ഇതിപ്പോ എന്താ അങ്ങനെ വരാൻ? പുതിയ വല്ല നമ്പർ ഉണ്ടെങ്കിൽ ഇറക്ക്. അയ്യോ, പുതിയ നമ്പറുകൾ ഇങ്ങനെ പുറകെ അതാണ് ചേട്ടനോടൊരു സ്നേഹപ്രകടനം. അതിന്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. സ്നേഹമുണ്ട് എന്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. ചേട്ടാ, അവിടെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അതാണ് ചേട്ടാ. സൈനയോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് കുട്ടിക്കലവറയിൽ വന്ന് രാമക്കൽ മേടിൽ നിന്ന് കുറച്ച് ദൂരെ നിന്നാണ് വന്നത്. ഇവിടെ വന്ന് വേറൊരു വലിയ മേടിലാണിപ്പോൾ. അത് മേടെന്ന് പറഞ്ഞാൽ മേട് മാത്രമല്ല, ഒരു ഒന്നിനും നല്ല മല്ല് തന്നെയാണ്. എന്താ തോന്നുന്നത് സൈനയ്ക്ക്? വളരെ സന്തോഷമാണ് ചേട്ടാ ആദ്യമേ. പിന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ച് നാള് ജോബൊക്കെ ആയിട്ട് കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഷൂട്ടിന്റെ ബഹളങ്ങള്. പക്ഷെ ഇപ്പോഴാണ് റിലാക്സ് ആയത്. രണ്ടുപേരെ കൂട്ടിന് കിട്ടി. 24 hours അവരിങ്ങനെ പുറകെ ഉണ്ടാവും. ഹാപ്പി ടു ഹെൽപ്പ്. വോഡാഫോണിന്റെ പഴയൊരു പരസ്യം ഉണ്ടായിരുന്നു. എന്ത് ചോദിച്ചാലും ചേച്ചി അത് ചെയ്യണോ, ഞങ്ങൾ ഇത് ചെയ്തു തരണോ? അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. പിന്നെ ഇവളുടെ കലപിലയും. പ്രേമിയുടെ ആങ്കറിങ്ങിനെ പറ്റിയാ പറഞ്ഞേ, കലപിലെന്ന്. ഇല്ല, കലപിലയാണല്ലോ, അതാണ് ഞങ്ങളുടെ എനർജി. അതാണ്. അവളെ കൊണ്ട് തന്നെ മാറ്റി പറയിച്ചില്ലേ? അവളെ കൊണ്ട് തന്നെ പറയിച്ചില്ലേ? എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മാറ്റി പറയാതിരിക്കും? ഞാൻ നിന്നെ രൂക്ഷമായി നോക്കിയോ? ഓക്കെ. നീ നോക്കിയോ?
കണ്ണായോണ്ട് എങ്ങനെ നോക്കിയാലും ട്യൂഷനാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്റെ കലപിലെ ശബ്ദമില്ലാതെ ഇവർക്ക് സന്തോഷമില്ല. അതാണ് ഞങ്ങളുടെ പ്രാണവായു. കേട്ടോ. അപ്പൊ നമ്മുടെ മെന്റേഴ്സിനെ വിളിച്ചാലോ? അപ്പൊ നമുക്ക് സൈനയുടെ മെന്റേഴ്സിനെ വിളിച്ചാലോ? സൈനയുടെ മെന്റേഴ്സിനെ വിളിക്കും. വെൽക്കം. കേറി വാ മക്കളെ, കേറി വാ. നമസ്കാരം. മോളു നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് നടൻ താരം? കുട്ടിക്കലവരെ വന്നിട്ട് അടിച്ചു പൊളിക്കുകയാണല്ലേ? ആ രസമുണ്ടോ? ആ ഇഷ്ടായോ? ആ ഒരുപാട് ലൊക്കേഷനുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളല്ലേ? ആ. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലൊക്കേഷൻ എങ്ങനെയുണ്ട്? കലക്കി. കലക്കി. അതാണ്. ആ, എന്താ ചേച്ചിയെ പറ്റി പറയാനുള്ളേ? ചേച്ചി പാവ. ചേച്ചിയുടെ നല്ലൊരു ചേച്ചി, എവിടെയും കിട്ടാത്ത ചേച്ചിയാണിത്. എത്രയും നല്ല സ്വഭാവമുള്ള ചേച്ചി. ചിന്താവിഷ്ടയായ ശ്യാമളയിൽ അയ്യോ അച്ഛാ പോരുതേന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കുന്നത് തന്നെ. അത് എന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വന്നപ്പോ തന്നെ എനിക്ക് എന്റെ മനസ്സിലായി. കുട്ടികളെ വന്നപ്പോ തന്നെ brilliant ആണ്. അല്ല, ഞാൻ ഒന്നും പഠിപ്പിക്കണ്ട ചേട്ടാ. വേണ്ട വിട്ടേക്ക്. നിങ്ങൾ ഇത്രയും പറയാൻ ചേച്ചി നിങ്ങൾക്ക് എന്ത് മേടിച്ചിരാന്ന് പറഞ്ഞു? ഒന്നും മനസ്സിലാന്ന് പറഞ്ഞില്ല. ആ, സ്നേഹം തരാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഒന്നും പറഞ്ഞു തരാതെയാണോ നിങ്ങൾ വന്നപ്പോ തന്നെ ഇങ്ങനെ കാണിച്ചത്? അത് ഞങ്ങളുടെ ഡിസ്കഷൻ ആണ്. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാൻ കാരണം? ചേച്ചി കാണിച്ചത് പോലെ. കണ്ടാ? അല്ല, കണ്ടാ? നിന്നെ കണ്ടാ പഠിക്കുന്നേ ആ, കുട്ടികൾ. എന്നെ കണ്ടാ പഠിക്കണേ. കുട്ടികൾ നന്നായില്ലേ? ചേച്ചി എന്നിട്ട് പാട്ടൊക്കെ പാടി തന്നോ? ചേച്ചിക്ക് പാട്ടൊക്കെ പാടാൻ അറിയോ? കഥ പറഞ്ഞു. കഥ പറഞ്ഞു തന്നു. പിന്നെ പാട്ട് പാടി തന്നു. പാട്ട് പാടി തന്നു. ഏത് പാട്ടാ പാടിത്തന്നേ? അപ്പൊ ആ പാട്ടൊന്ന് കേൾക്കാം. 1 2 3 അവസാനം ഞാൻ പാടൂട്ടാ. ആ. രണ്ടേ പേര്. ഓ ഇവര് പറഞ്ഞതുകൊണ്ട് മാത്രം. ശരി. എന്റെ കുട്ടികൾ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഓ രണ്ടുപേരി കഴിഞ്ഞു. എന്താ പറയണ്ടേ? എന്താ അപ്പൊ പറയാ? ഒന്നും പറയാനില്ല, അറിഞ്ഞില്ല. ഇതെവിടെ വെച്ചിരിക്കുകയായിരുന്നു? എന്ത് ചെയ്യാനിട്ട്? അതായത് ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോ കുറച്ച് കൊണ്ടുവരാറുള്ളൂ. ഉള്ളിലുണ്ടായിട്ട് ഇതുവരെ എന്തേ പുറത്തെടുക്കാൻ? രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണല്ലോ പാടിയെ. ഇനി മേലെ രണ്ടുപേരും പാടി പോരുത്, മുഴുവൻ പാടണം. എനിക്ക് തോന്നുന്നു ചേട്ടാ ഇതെന്താ സംഭവം എന്നറിയോ? ഈ സൈന ഈ രണ്ടുപേരും പാടുമ്പോ പിള്ളേർ ഉറങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവരുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവരുടെ വീഡിയോ ഒന്ന് കണ്ടാലോ? ശരി, കാണാം. നിങ്ങൾ അടി ഉണ്ടാക്കി എനിക്ക് ഇടയ്ക്ക് അടി വന്നാൽ ഞാൻ കുഞ്ഞാവയാണല്ലോ. എല്ലാവരും കോംപ്രമൈസ്. കുടിക്കുന്നുണ്ടോ രണ്ടുപേരും? എനിക്ക് പല പരിപാടികളും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, പല സർപ്രൈസുകളും. കുളിച്ച് ബ്രഷ് ചെയ്ത് വൃത്തിയായിട്ട് വരികയാണെങ്കിൽ എൻ്റെ കൂടെ കൊണ്ടോ. എന്നാ കുടിക്കാൻ കുടിക്കും. പോ. എന്റെ ദൈവമേ, ഇതുപോലെ 2 പിള്ളേരെങ്ങാനും വീട്ടിലുണ്ടെങ്കിൽ എന്റെ കാര്യം. നമുക്ക് ടേസ്റ്റ് നോക്കാം ഹോളിഡേ ഇന്നിലെ ഫുഡ്. സൈന, എന്തോ ഇവിടെ വന്ന് ഈ ബഹുമാനമൊക്കെ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത്രയും നന്നായത് എങ്ങനെയാണെന്ന്. ഇല്ലേ ചേട്ടാ? അല്ല, ഇവര് സ്നേഹം എന്ന് പറഞ്ഞപ്പോ ഇത്രയും ഭയങ്കര സ്നേഹമാണ്. ഇത്രയും സ്നേഹം ഉണ്ടോന്ന് വിചാരിച്ചില്ല. ഇവരെ സ്നേഹിച്ചിട്ട് എങ്ങനെയുണ്ട്? ശരീരവേദന ഉണ്ടോ? ആ, നല്ല രീതിയിൽ ചൂട് വെക്കുന്നുണ്ട്. വാ. ചുരുങ്ങിയത് എത്ര ഇടി കിട്ടിയിട്ടുണ്ടാവും ഏകദേശം? മേലെ കയറി ഇരുന്നിട്ട് ചവിട്ടി കൂട്ടുമായിരുന്നു അങ്ങോട്ട്. ഈ ഭരതനാട്യം കളിക്കില്ലേ,
അത് അവസ്ഥയായിരുന്നു. അപ്പം ഏകദേശം ബോധം പോകാറായപ്പോ ഒരാൾ ഉമ്മ തന്നെ എഴുന്നേൽപ്പിച്ചതാ. അതാണ് നിങ്ങളുടെ സ്നേഹം. അതെ. അതാണ് അവസാനം നിങ്ങൾ ഉമ്മ കൊടുത്ത്. ഇതാണ് ഇത്രയും നേരം സ്നേഹം വേണം എന്ന് പറഞ്ഞതല്ലേ? അറിഞ്ഞില്ലല്ലോ. ഇതെന്താ മോളെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം എന്താ? നിങ്ങൾ അവിടെ വെച്ച് എന്ത് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത്? ഫുഡ് എടുക്കുമ്പോ ചേച്ചി മര്യാദക്ക് എടുക്കാൻ സമ്മതിക്കൂല. ആഹാ, അതാ പ്രശ്നം. അതെന്താ മര്യാദക്കെന്ന് പറഞ്ഞാൽ മോൻ എങ്ങനെ എടുക്കണം ആഗ്രഹിക്കുന്നത്? ഇവരെന്താ ഉദ്ദേശിക്കണത്? ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എല്ലാം ചെക്ക് ചെയ്തെടുക്കും. ടെസ്റ്ററാ. നല്ല കാര്യം അത്. അതിനെന്താ കുഴപ്പം? അപ്പൊ ചേച്ചി വേഗം കൊടുക്ക്. ക്യാമറ ശരിയാണ്, മറ്റേ ശരിയാണ്, സൗണ്ട് ശരിയാണ്. അങ്ങനെ നല്ല സംഭവിക്കാനുള്ളത്. ഇവൻ ഓരോന്ന് വായിച്ചെടുക്കാം. അപ്പൊ ചേച്ചി വേദന അവൻ എല്ലാ കറി ഇട്ട് കൊടുക്കും. അപ്പൊ സ്നേഹം ചേച്ചി കണക്ട് ചെയ്യുന്നതാത്ത കറി ഇട്ടങ്ങ് ഞാൻ എങ്ങനെ കഴിക്കും? അത് ശരിയായി. ഇവനത് മതിയാക്കും, അത്രേ ഉള്ളൂ. ഈ വാമനനെ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് എന്തിനാണെന്നറിയോ? ആ മഹാബലി പറഞ്ഞിട്ടാണ് തലയെ ചവിട്ടി വെച്ചത്. ചവിട്ടി അങ്ങോട്ട് വെച്ച് നോക്കുമ്പോ ഇറങ്ങിപ്പോയി. എന്താ പുള്ളി പറഞ്ഞേ? മഹാബലി പറഞ്ഞു എവിടെ ഇടയില്ലേ അപ്പൊ തലയെ തന്നെ ചവിട്ടിക്കോ. നടക്കാം. വാമനോ? ആരാ? വാമൻ. 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 ഞാൻ മാമനാ കേട്ടത്. വാമന്റെ കാല് വലിയതാണ്. അത് കാരണം ഒരു ചവിട്ടി വെക്കുമ്പോ ഈ സ്റ്റേജ് ഫുള്ളും ഉണ്ടാവും. ഈ സ്റ്റേജ് അപ്പൊ ബാക്കി പുറത്ത് സ്ഥലമില്ലേ? അടുത്ത കാലം അവിടെ വെച്ചാ പോരെ? ഒരു കടലിൽ അത്ര ഉണ്ടാവും. ഒരു കാലിന്റെ സ്ഥലം ലാൻഡിൽ മൊത്തം വെച്ചു. ഒരു കാലിന്റെ സ്ഥലം എവിടെയും വെക്കാൻ കിട്ടിയില്ല. അതന്നെ ഒരു കാലിന്റെ സ്ഥലം മഹാബലിയുടെ മേളിലേക്ക് ഇങ്ങനെ വെച്ചു. അപ്പൊ ഈ ഇത്രയും സ്ഥലത്തിനേക്കാളും കൂടുതൽ സ്ഥലമുണ്ടോ മഹാബലിയുടെ തലയ്ക്ക്? ഇല്ല. അപ്പൊ പിന്നെ എന്തിനാണ് അവിടെ വയ്ക്കുന്നത്? വേറെ എവിടെയും വെച്ചാ പോരെ? അപ്പത്തേക്കിന് കുഞ്ഞിതായിട്ട് മഹാബലിയുടെ തല ചവിട്ടി. അപ്പൊ അതിൽ നിന്നൊരു ആഘോഷം ഉണ്ടായില്ല. എന്തായിരുന്നു ആഘോഷം? ആ മഹാബലിനെ ആൾക്കാർ പറഞ്ഞു പിന്നെയും കാണുന്നു. മഹാബലിനെ കൊന്ന ദിവസം. അതൊരു ആഘോഷമായിരുന്നു. ആ ദിവസം എന്തായിരുന്നു? അതെന്താ നമ്മൾ ആഘോഷിക്കുന്നത്? വളയം പൊട്ടും വാങ്ങും. വളയം പൊട്ടും മേടിക്കും. പിന്നെ പടക്കം പൊട്ടിക്കും. പിന്നെ എന്തൊക്കെ ചെയ്യും? പിന്നെ മഹാബലിയായിട്ട് നടക്കും. മഹാബലിയായിട്ട് നടക്കും. എങ്ങോട്ടാ നടക്കുന്നത്? പൂക്കളൊക്കെ ഇടും. സ്കൂളിലോട്ടൊക്കെ നടക്കും. സ്കൂളുകളിലൊക്കെ മഹാബലിയായിട്ട് നടക്കും. പിന്നെ വീടുകളിലൊക്കെ കയറി ചെല്ലും. കയറി ചെന്നിട്ട് വെറുതെ ഈ മഹാബലിയും ബാഹുബലിയും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. എന്താണെന്നറിയോ? രണ്ടിനും ബലിയുണ്ട്. അത്ര ഉള്ളല്ലേ? കറക്റ്റ് ആൻസർ. പക്ഷേ കറക്റ്റ് ആയിരിക്കും. അത് കൊള്ളാം. ബുദ്ധിമാൻ. ഈ ആഘോഷത്തിന്റെ പേരില്ല. പേര് പറഞ്ഞില്ലല്ലോ. ഓണം. ഓക്കെ. അപ്പൊ അതിന്റെ ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവരെ അങ്ങോട്ട് ഇരുത്താം. സന്തോഷം അല്ലേ? വളരെയധികം സന്തോഷം. താങ്ക് യു സൈന. താങ്ക് യു. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായി. തീർച്ചയായും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം എവിടെയായിരിക്കും എന്നുള്ളത്. അതെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വേഗം ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ ഇനി കുക്കറി. നിങ്ങൾ തിരിഞ്ഞ് കുട്ടികളെ പോലെ ആകുവിൻ എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മുതിർന്നവർ പോലും കുട്ടികളാകാനായിട്ട് ശ്രമിക്കുന്ന സമയമാണിത്. കുട്ടിക്കലവറ ഉണരുന്ന നേരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ വിട്ടിട്ട് അങ്ങ് അമേരിക്കയിൽ പോയിട്ടുള്ളൊരു പരിപാടിയാണ് അമേരിക്കൻ പാൻ കേക്ക്. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. റെഡിയല്ലേ? പക്ഷെ ഇന്ത്യയിലും വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? അത് കണ്ടിട്ടില്ലേ? ഇത് അമേരിക്ക പോയി ഉണ്ടാക്കേണ്ടി വരുമോ? വേണ്ടി വരില്ല. എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയാവോ? പിന്നെ എന്റെ തലയൊക്കെ അമേരിക്കക്കാര് ചോദിച്ചതാ, കൊടുത്തില്ല. പക്ഷെ നീ ഇപ്പൊ ഏത് നാട്ടുകാരനാ? ഇന്ത്യ. പക്ഷെ അമേരിക്കൻ പാൻ കേക്ക് ഉണ്ടാക്കുവോ? റെഡിയാണോ? എന്തൊക്കെയാ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ? എന്തൊക്കെയാ വേണ്ടേ?
എന്തൊക്കെയാണെന്ന് ആ, ഒരു പറ. പാത്രം, പിന്നെ ചെറിയ ഫോൺ, പിന്നെ ഇച്ചിരി കൂടെ വലിയ ഫോൺ, ഇച്ചിരി കൂടെ വലിയൊരു തവി, അമേരിക്കൻ പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? പാല്, ഒരു സ്പൂൺ, ഒരു പാത്രം, പിന്നെ കുറച്ചുകൂടി വലിയ സ്പൂൺ. പിന്നെ ഒരു അതെന്താ? തേൻ, പഞ്ചസാര, പൗഡർ, ആ മുട്ട, ആ തേനും മുട്ടയും ഉൾപ്പെടെ പിള്ളേരെ പ്രലോഭിപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസ് നമ്മുടെ ടേബിളുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കോ അതോ പാൻ കേക്ക് ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മുടെ തേൻ പകുതി തീരോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാൻ കേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഒന്ന് ഉറച്ചു പറ. യെസ്. ഒരു സ്പൂണല്ലേ? നോക്കിക്കോ. അടുത്തത് കുറച്ചും കൂടെ പഞ്ചസാര ഇട്. ഇനി വേണ്ട, ഇനി വേണ്ട. ഇനി പഞ്ചസാര കൂടി മുട്ട പൊട്ടിക്കോ. മുട്ട പൊട്ടിച്ചോ. എനിക്ക് പേര് ഈ സ്പൂൺ എടുത്തോണെങ്കിൽ പൊട്ടിക്കോ. നീ ഈ സംഭവം കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. അതെന്താ കഴിക്കേണ്ടല്ലേ? പിടിച്ചോ. 1 2 3 സ്റ്റാർട്ട്. ഒരു ടിഷ്യൂ എടുത്തേ. എന്തുവാടാ അത്? നീ നിന്റെ ദേഹത്താണോ ബൂൾസൈ ഉണ്ടാക്കിയേ? ആ കുഴപ്പമില്ല, കാല് പിന്നെ തുടക്കാം. നമ്മുടെയൊക്കെ നാട്ടില് ഈ മോശമായിട്ട് പാട്ടൊക്കെ പാടുന്ന ആൾക്കാർക്ക് ചീമുട്ട കൊണ്ട് ഏറ് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞ മാതിരി കുഞ്ഞു സ്വന്തമായിട്ട് ഈ മുട്ട എടുത്താൽ എറിഞ്ഞു അല്ലേ? കുഞ്ഞിന്റെ പാചകത്തെ കുറിച്ച് കുഞ്ഞിന് ഭയങ്കര അഭിപ്രായ. ഈ പാചകമൊക്കെ കഴിയുമ്പോഴേ അവിടെയുള്ള ആൾക്കാരില്ലേ, ഈ ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുന്ന ചേട്ടന്മാരും പിന്നെ നമ്മുടെ ചേച്ചിയില്ലേ, എല്ലാവരും ചേർന്നിട്ട് തന്നെ മിക്കവാറും ചീമുട്ട അറിയും. പാചകം ഉണ്ടാക്കുമ്പോ ചിലപ്പോ ഇങ്ങനെയെല്ലാം വരും. പാചകം പറ്റൂല്ലെങ്കിലും വാചകം ആ കാര്യത്തിൽ കുഞ്ഞു. നടക്കുവോ? കഴിഞ്ഞ പ്രാവശ്യം കൂടെ ആവുമോ? കുഞ്ഞു വളരെ കാര്യമായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊരാൾ മുട്ട ഇട്ടു പറയുന്നത് കേട്ടോ. ആ യെസ്, ഹായ്, സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ഉണ്ടല്ലേ. ഇന്ന് കാര്യങ്ങളൊക്കെ കുഞ്ഞു തന്നെ ഏറ്റെടുത്തേക്കാണ് കേട്ടോ. ഇതേ നമ്മൾ മറ്റേ സിമെന്റ് ഒക്കെ കുഴക്കില്ലേ മെറ്റിലിട്ടിട്ട്, അതേപോലെ അല്ലേ വരുമ്പോ കാണാൻ വെക്ക പാൻ കേക്ക് ആവോ പായസം ആവോ എന്നൊക്കെ കേട്ടോ. തിരിക്കുന്നത് കുഞ്ഞു തവിയല്ല, കുഞ്ഞു ആകപ്പാടി ഇങ്ങനെ തിരിയാണ്. ഇവിടെ എന്താണ് അവസ്ഥ? പുറത്തേക്ക് കളയല്ലേ. പൊടിയല്ലേ പോലെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇളക്കാന്ന്. വേണ്ട, നീ ഇളക്കണ്ട, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. വേണ്ടാന്ന് പോലും പറയുന്ന വേണ്ടാന്ന്. പഠിച്ചിട്ടില്ലല്ലോ, അവന് വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാ ഫ്രൈഡ് റൈസ്. ഞാൻ ഇളക്കില്ലല്ലോ, കൈ ഒടിഞ്ഞു. അയ്യോ അയ്യോ, അമേരിക്ക പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്നാലും ഞാൻ ഇടക്കും. നാക്ക് കേട്ട് കഴിഞ്ഞാൽ തോന്നൂല്ലല്ലോ നീ കുഞ്ഞാണെന്ന്. നല്ലതാ. ഇത് ലൂസ് ആവുന്നില്ല.
എല്ലാവരുടെയും ലൂസായി നമ്മളെ മാത്രമേ കുഞ്ഞുങ്ങളാണെങ്കിലും ഇവിടെയാണ് കുറച്ചുകൂടി ഇളക്ക് ശക്തി പ്രാപിച്ചിരിക്കുന്നത് കേട്ടോ. അവരുടെ നോക്കുമ്പോൾ അതിലും കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട്. പൊടിയൊന്നും കാണാനില്ല. എങ്ങനെയുണ്ട് കൃഷ്ണദേവൻ നമ്മുടെ പുതിയ പാർട്ണർ? കുഴപ്പമില്ല ഏ കുഴപ്പമില്ലെന്നുള്ളൂ. നല്ലതാണോന്നല്ലേ? ശരിക്കും നല്ലതാണോ? കൃഷ്ണദേവ എങ്ങനെയുണ്ട്? നല്ലതാ. പാവാണോ? കുഴപ്പമൊന്നുമില്ല. ബാക്കി കുഞ്ഞുവിന്റെ മാതിരിയും പിന്നെ നമ്മുടെ കൃഷ്ണമൂർത്തിയുടെ മാതിരി ഒന്നുള്ള കുറുമ്പും കുസൃതിയൊന്നുമില്ല അല്ലേ? ജീവനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഈ അരുന്ധതി കുറെ ദിവസമായി. അയ്യോ ഞാനിവിടുന്ന് ഓടിപ്പോവും. ജിയോയുടെ കാര്യത്തിൽ എന്തായാലും നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കാൻ പോണെന്ന്? അമേരിക്കൻ പാൻകേക്ക്. അത് കുഞ്ഞതാ. ഇത് കുഞ്ഞാ പോണെന്നുള്ള കണ്ട. ചേട്ടാ ഇത് ഏകദേശമായി. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ചിട്ട് പാൻകേക്ക് ഉണ്ടാക്കാം. ഹൈ, പണ്ടൊക്കെ ചായക്കടയിൽ ഇങ്ങനെ ചേട്ടന്മാര് ചായ അടിക്കുന്ന പോലെയാ. ഒന്നുകൂടി കാണിച്ചേ. ആ ചെറുതാന്ന് വീണു. ഓക്കെ, എന്തായാലും പണി എടുക്കട്ടെ. ഞാനിപ്പോ വരാം. വരണ്ടേ? വേണ്ട. ഇപ്പൊ നിലവിൽ അത് എവിടെയാ വെക്കണ്ടേ? ആ ഫ്രിഡ്ജ് പറഞ്ഞേ. ആ വരാം, ബാക്കിയുള്ളവർ നോക്കട്ടെ. ഹായ്, ഇവിടെ നാട്ടി കളിക്കുകയാണോ? നീ ഇടം കയ്യനാണോ? ആഹാ, ബിൽ ക്ലിന്റനും സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഒപ്പിടുന്നത് എങ്ങനെയാ കേട്ടോ? ആരാ സച്ചിൻ ടെണ്ടുൽക്കർ എന്നറിയോ? സന്തോഷം. ആരാ ബിൽ ക്ലിന്റൻ എന്നറിയാവോ? ആ പണ്ടത്തെ ഒരാളാ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആണ്. മരിച്ചു പോയൊന്നുമില്ല, നിർത്തിയിട്ട് പോയുള്ളൂ. ആളിപ്പോഴും ജീവനോടെയൊക്കെ ഉണ്ട്. ഇപ്പോ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കണില്ലേ, അതെവിടെയാ? ആ അമേരിക്കയിലുണ്ട്. എന്നിട്ട് ഇനി എന്താ ചെയ്യാൻ പോണേ? എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും പൊക്കി കാണിക്കേ. ആ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒരേപോലെയൊക്കെ തന്നെ വരുന്നുണ്ട് കേട്ടാ. ജിയോക്ക് ഇതിൽ പങ്കൊന്നുമില്ലേ? ജിയോ ഇനി എന്താ ചെയ്യാൻ പോണേ? കാര്യങ്ങളൊന്നും അറിയില്ല. അരുന്ധതി ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. ഉന്നക്കയോ? ഇപ്പൊ അമേരിക്കൻ പാൻ കേക്ക് ആണോ ഉന്നക്കാണോ എന്ന ഡൗട്ട്. അമേരിക്കൻ പാൻ കേക്ക് ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കാക്കാം പാൻ കേക്ക്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റണം. ഇനി ഫ്രിഡ്ജിലേക്ക് കയറ്റുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഇച്ചിരി കൂടി. ബ്ലാക്ക് ഈ സൈഡിൽ കൂടെ കാണാൻ ഇച്ചിരി എടുത്തോട്ടെ. ഇത് മൊത്തം ഒരു മാവും കൊണ്ടോ ഈ മാവ് മൊത്തനും കൂടെ താമസം. അപ്പൊ ഇത് മൊത്തം ഇത് പ്ലേറ്റ് മൊത്തം
ഉറപ്പാണോ? അത് മതി. അവൻ നന്നാവത്തില്ല, ഇതേ നന്നാവുള്ളൂ. ഞാൻ നന്നാവും കേട്ടോ, ഞാൻ നന്നാവുള്ളൂ. ചേട്ടന്റെ അഭിപ്രായം കേട്ടോ, ഇത് ചിലപ്പോ നന്നാവുമായിരിക്കും, പക്ഷെ അവൻ നന്നാവൂല. സത്യമായിട്ട് ആരാ നന്നാവുന്നേ? ഞാനല്ലേ? ഹായ്, ഇവിടെ വലിയതായല്ലോ. നല്ല കട്ടിക്ക് ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ ഇന്ത്യൻ പാൻ കേക്ക് ആയി പോവും. നമുക്ക് അമേരിക്കൻ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ളതല്ലേ, മതി. റെഡിയായി. ഗംഭീരമായിട്ടുണ്ടല്ലോ. കുഞ്ഞിന് ചെറിയൊരു കൊതിയൊക്കെ വരുന്നില്ലേ ശരിക്കും? ഫുൾ റൗണ്ട്, ഒരു വലിയ റൗണ്ട് ആക്കി, മോഹത്തിൻ്റെ റൗണ്ട്, മോഹത്തിൻ്റെ റൗണ്ട്. ഡി നീ ഇങ്ങനാക്കി എന്തിനാടി? ഒരു മോഹം വരയ്ക്കായിരുന്നു. മുഖം വരയ്ക്കാൻ പോവാ. ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞില്ല ഓൾമോസ്റ്റ്. ആഹാ, ജിയോ കാര്യമായിട്ടൊക്കെ തേൻ പെടുത്തുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പറയാൻ പറ്റുമോ? എന്താ? കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. മതി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. ഓക്കെ. പുലി അലറലോടലറൽ. പുലി അലറലോടലറൽ. വേഗം പറ. പുലി അലറലോടലറൽ, പുലി അലറലോടലറൽ, പുലി അലറലോടലറൽ, പുലി അലറലോടലറൽ. പറ, അങ്ങനെ പറ. പുലി ഇത് പറയാൻ പറ്റുമോ? വണ്ടി കുന്നേറി കുന്നുവണ്ടി കയറി. ഞാൻ പറയാം, വണ്ടി കുന്നു കയറി, വണ്ടി കയറി, വണ്ടി കുന്നു കയറി. ഓക്കെ, അതൊക്കെ വിടാം. ഇപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഓരോരുത്തരും അവരവരുടെ സൈസിനുള്ള പാൻ കേക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞും അവരുടെ സൈസിലുള്ള ഒരു കുഞ്ഞ് പാൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ജിയോയും അരുന്ധതിയും അവരുടെ സൈസിലുള്ള കുറച്ചുകൂടി വലിയ പാൻ കേക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഫലം, റിസൾട്ട് എന്താവും നമുക്ക് നോക്കാം. എന്ത് പറ്റി കരിഞ്ഞുവേ? അത് സിമ്മിലിരുന്ന് അറിയാണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാന്ന്? എന്താ പറയണ, പറഞ്ഞാ കേൾക്കണെന്ന്. ഒരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക. അതിപ്പോ വേണി പാൻ കേക്ക് നോക്കാം. നീ കഴിക്കുന്നുണ്ടല്ലോ, ഒത്തിരി ഓൾറെഡി ഇങ്ങനെ കിടക്കുവാ. ഞാൻ വെക്കാനുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാനാടി. 3 ടീമുകളും പല പല രൂപത്തിൽ പല പല ഭാവത്തിലുള്ള പാൻ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓൾമോസ്റ്റ് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. 3 പേരും നമ്മൾ വിചാരിച്ചതിൻ്റെ മേളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ കാര്യത്തിൽ എക്സ്പേർട്ടാണ്. പാൻ കേക്കൊക്കെ പുല്ല് പോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഈ 3 പേരിൽ നിന്ന് നമ്മൾ ഇനി വിന്നറിനെ കണ്ടുപിടിക്കേണ്ട സമയമാണ്. ആരാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? അമേരിക്കക്കാർ പോലും കണ്ടു കഴിഞ്ഞാൽ വാവ് എന്ന് പറയുന്ന പാൻ കേക്ക് ആരാണ് ഉണ്ടാക്കിയത്? ആ സംശയത്തിന് ഇതാ ഇവിടെ തീരുമാനമാണ്. ഇന്ന് 1ാം സമ്മാനം. ഹലോ, ഓ എൻ്റെ മോനെ, ഇത് കണ്ടോ? ആ ബോളിൽ തേനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരാളും വിശ്വസിക്കില്ല. ആ അവസ്ഥയാക്കിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള പണി ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് 1ാം സമ്മാനം കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, ദാ കുഞ്ഞു ആൻഡ് കുഞ്ഞൂൻ. കൺഗ്രാറ്റുലേഷൻസ്.
അവരുടെ ഷേപ്പും അവരുടെ പാൻ കേക്കിൻ്റെ ഒരു ഭംഗിയും പിന്നെ നല്ല രുചിയും അത് തന്നെയാണ് അവരെ ഒന്നാം സമ്മാനത്തിന് അർഹരാക്കിയിരിക്കുന്നത്. എന്തായാലും 3 ടീമുകൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ തവണ പ്രൈസ് പോയി എന്ന് വിചാരിച്ച് പേടിക്കണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം അടിക്കണം. സെക്കൻഡ് പറയാൻ പറഞ്ഞിട്ടില്ല. ഇനി നാളെ പുതിയ താരങ്ങൾ, പുതിയ പരിപാടികൾ നമ്മൾ വീണ്ടും കാണും കുട്ടിക്കലവറയിൽ. തൽക്കാലം ഒരു ബൈ പറടാ. ഭാഗ്യം, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് നല്ലതായിരുന്നു. ഞങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടി. ആദ്യം ചേട്ടൻ എനിക്ക് എല്ലാം തയ്യാൻ തന്നു. അതുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ ഇങ്ങനെ ആക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുട്ട ഭാഗ്യത്തിന് എൻ്റെ ഉടുപ്പേ വീണു. അതുകൊണ്ട് ഉള്ള മുട്ടയിൽ ഞാൻ ഉണ്ടാക്കി. ഇവരിവിടെ കാണിക്കുന്ന വികൃതി തരങ്ങളുടെ പകുതി പോലും നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നൊരു പരാതി ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അതെല്ലാം ഒന്ന് മാറിക്കാണുമായിരിക്കും അല്ലേ? ഇണങ്ങിയും പിണങ്ങിയും അടികൂടിയും ഇവർ ഇവിടം ആഘോഷിക്കുകയാണ്. കുസൃതി കാഴ്ചകൾക്ക് അവസാനമില്ല. കൂടുതൽ വികൃതി കാഴ്ചകളുമായി നാളെ കാണാട്ടോ.